السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. പ്രിയമുള്ള മുഹബ്ബുകളെ, ഖസ്വായിസുൽ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാഗം 1. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സംബോധനയിലെ സവിശേഷ രീതി. ഇമാം ഇബ്നു അബ്ദിസ്സലാം റളിയല്ലാഹു അൻഹുവിൻ്റെ മുനിയത്തുസ്സൂൽ ഫി തഫ്ളീലി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഗ്രന്ഥത്തിൽ നിന്ന് വായിക്കുന്നു. വമിൻഹ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകിയ മികവുകളിൽ പെട്ടതാണ് അന്നല്ലാഹു തആല വഖറഹു ഫീ നിദാഇഹി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബോധന ചെയ്യുന്ന വിഷയത്തിൽ, നബി തങ്ങളെ വിളിക്കുന്ന വിഷയത്തിൽ അല്ലാഹു തങ്ങളെ ആദരിച്ചു. തങ്ങളെ സംബോധന ചെയ്യുമ്പോൾ, വിളിക്കുമ്പോൾ വളരെ ആദരവോടുകൂടെയുള്ള ഒരു ശൈലിയാണ് അല്ലാഹു സ്വീകരിച്ചത്. ഫനാദാഹു, അങ്ങനെ അല്ലാഹു നബി തങ്ങളെ വിളിച്ചു. ബി അഹബ്ബി അസ്മാഇഹി, തങ്ങളുടെ നാമങ്ങളിൽ വെച്ച് ഏറ്റവും പിരിശപ്പെട്ട നാമങ്ങളെ കൊണ്ട്. വ അസ്ന ഔസ്വാഫിഹി, തങ്ങളുടെ വിശേഷണങ്ങളിൽ നിന്ന് ഏറ്റവും ഉയർന്ന വിശേഷണം കൊണ്ട്. അപ്പം നബി തങ്ങളെ അള്ളാഹു സംബോധന ചെയ്യുന്നത്, വിളിക്കുന്നത് തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും ഉയർന്ന വിശേഷണം കൊണ്ടാണ്. വിളിയിൽ വലിയ ആദരവ് കൽപ്പിച്ചിട്ടുണ്ട്. ഫഖാൽ, അങ്ങനെ എന്താ വിളിച്ചത്? യാ അയ്യുഹൻ നബിയു, യാ അയ്യുഹർ റസൂലു, പേര് വിളിക്കാതെ, മുഹമ്മദ് എന്ന പേര് വിളിക്കാതെ, യാ അയ്യുഹർ റസൂലു, റസൂലായവരെ, യാ അയ്യുഹൻ നബിയു, നബിയായവരെ എന്നാണ് അള്ളാഹു വിളിച്ചത്. വഹാദിഹിൽ ഖസ്വൈസതു, ഈ സവിശേഷത ലം തസ്ബുത് ലിഗൈരിഹി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലാത്ത മറ്റാർക്കും സ്ഥിരപ്പെട്ടിട്ടില്ല. ഒരു നബിക്കും അങ്ങനെയുള്ള ഒരു ഖസ്വൈസത്ത് പ്രത്യേകതയില്ല. ബൽ എന്നല്ല, സബത്ത സ്ഥിരപ്പെട്ടിട്ടുള്ളത്, അന്ന കുല്ലം മിൻഹും, ആ അമ്പിയാക്കളിൽ നിന്നുള്ള എല്ലാ ഓരോരുത്തരും, നൂദിയ ബിസ്മിഹി, അവരുടെ യഥാർത്ഥ നാമം കൊണ്ടാണ് സംബോധന ചെയ്യപ്പെട്ടത്, വിളിക്കപ്പെട്ടത്. വിശദീകരിക്കുന്നു. فقال الله تعالى وقلنا يا آدم اسكن أنت وزوجك الجنة. ആദം നബി അലൈഹിസ്സലാമിനെ സംബോധന ചെയ്യുമ്പോൾ അള്ളാഹു പറഞ്ഞത് യാ ആദമു എന്നാണ്. യാ അയ്യുഹർ റസൂലു എന്ന് പറഞ്ഞില്ല, യാ അയ്യുഹൻ നബിയു എന്ന് പറഞ്ഞില്ല, യാ ആദമു എന്നാണ് വിളിച്ചത്. ഈസാ നബി അലൈഹിസ്സലാമിനെ വിളിച്ചെടുത്ത് പറഞ്ഞു യാ ഈസ, യാ ഈസ ഇബ്നു മറിയം ഉദ്കുർ നിഅമതി അലൈക, അവിടെ ഈസ എന്നാണ് വിളിച്ചത്, പേരാണ് വിളിച്ചത്. യാ മൂസ ഇന്നി അന റബ്ബുക്, മൂസ എന്നാണ് വിളിച്ചത്, മൂസ നബിയുടെ പേരാണ് വിളിച്ചത്. യാ നൂഹ് ബിതു ബിസലാമിൻ മിന്നാ, നൂഹ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹു പേരാണ് വിളിച്ചത്. യാ ദാവൂദ് ഇന്നാ ജഅൽനാക ഖലീഫതൻ ഫിൽ അർദ്. ഇതെല്ലാം ഖുർആനാണ്. ഖുർആനിൽ മറ്റു അമ്പിയാക്കളെ എല്ലാവരെയും വിളിക്കുന്നതും അവരെപ്പറ്റി പറയുന്നതും രണ്ട് നിലക്ക്. ഒന്ന്, അവരെ സംബോധന ചെയ്യുന്നു, നേരിട്ട് വിളിക്കുന്നു. അതല്ലെങ്കിൽ അവരുടെ വിഷയങ്ങൾ മറ്റുള്ളവർക്ക് വാർത്തയറിയിക്കുന്നു, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഈ രണ്ട് ശൈലികളിലും മറ്റു മേഖലകളിലെല്ലാം മറ്റു അമ്പിയാക്കളെ അവരെ പേര് ചൊല്ലിക്കൊണ്ട് വിളിക്കുന്നു. എന്നാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങനെ പേര് വിളിക്കാതെ ഏറ്റവും തങ്ങളുടെ വിശേഷണങ്ങളിൽ നിന്ന്, തങ്ങളുടെ പേരുകളിൽ തനിക്കേറ്റവും ഇഷ്ടപ്പെട്ട ആ ഗുണങ്ങൾ ചേർത്തിക്കൊണ്ടുള്ള വിളിയാണ് അല്ലാഹു നടത്തിയത്. യാ ഇബ്രാഹിം ഖദ് സ്വദ്ദഖ്ത റുഇയ, ഇബ്രാഹിം നബിയെ അല്ലാഹു വിളിച്ചത് അങ്ങനെയാണ്. യാ ലൂത്ത് ഇന്നാ റസൂലു റബ്ബിക്, യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യ, യാ യഹ്യ ഖുദിൽ കിതാബ ബിഖുവ്വ. ഇവിടെയെല്ലാം അമ്പിയാക്കളെ സംബോധന ചെയ്തത് അവരുടെ പേരുകളെ കൊണ്ടാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബോധന ചെയ്തത് മേലെ പറഞ്ഞല്ലോ, യാ അയ്യുഹർ റസൂലു, യാ അയ്യുഹൻ നബിയു, യാ അയ്യുഹൻ നബിയു ഹസ്ബുക്കല്ലാഹ്. ഇങ്ങനെയുള്ള യാ അയ്യുഹർ റസൂൽ ലാ യഹ്സുനുക്കല്ലദീന യുസാരിഊന ഫിൽ കുഫ്രി, യാ അയ്യുഹർ റസൂൽ ബല്ലിഗ് മാ ഉൻസില ഇലൈക മിർ റബ്ബിക, യാ അയ്യുഹൻ നബിയു ഹസ്ബുക്കല്ലാഹ്, യാ അയ്യുഹൻ നബിയു ഇന്നാ അർസൽനാക ഷാഹിദൻ വ മുബശ്ശിറൻ വ നദീറ. ഇങ്ങനെ റസൂല്, നബി പോലോത്ത സവിശേഷമായ വസ്ഫുകളെ കൊണ്ടാണ് അല്ലാഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചത്.
തുടർന്ന് ഇബ്നു അബ്ദിസ്സലാം റഹിമഹുള്ള എഴുതുന്നു, വലാ യഖ്ഫ അലാ അഹദിൻ, ഒരാൾക്കും അറിയാതെ പോകില്ലല്ലോ, അവ്യക്തമല്ലല്ലോ, അന്ന സയ്യിദ, ഒരു യജമാനൻ, ഇദാ ദഅ അഹദ അബീദിഹി, തന്റെ അടിമകളിൽ നിന്ന് ഒരാളെ വിളിച്ചാൽ, ബി അഫ്ളലി മാ ഉജിദ ഫീഹിം മിനൽ ഔസാഫിൽ അലിയ്യത്തി വൽ അഖ്ലാഖി സനിയ്യത്തി, അവരിൽ എത്തിക്കപ്പെട്ട ഉന്നതമായ വിശേഷണങ്ങളിൽ നിന്ന്, ഉയർന്ന സ്വഭാവങ്ങളിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നുകൊണ്ട് വിളിച്ചാൽ, വദഅൽ ആഖരീന ബി അസ്മാഇഹിൽ അഅലാം അല്ലത്തി ലാ തുശ്ഇറു ബി വസ്ഫിൻ മിനൽ ഔസാഫ്, എന്നാൽ മറ്റുള്ള ചില ആളുകളെ വിളിച്ചത് അവർക്ക് വക്കപ്പെട്ട പേരുകളെ കൊണ്ടാണ്. പ്രത്യേകമായി ആ പേരുകൾ ഒരു വിശേഷണത്തെ അറിയിക്കുന്നില്ല, ഒരു സ്വഭാവത്തെയും ഉൾക്കൊള്ളുന്നില്ല. അപ്പം അങ്ങനെ ഒരു യജമാനൻ തൻ്റെ അടിമകളിൽ നിന്ന് രണ്ടാളുകൾ വിളിക്കുന്നു. ഒരാൾ വിളിക്കുന്നത് അദ്ദേഹത്തിൽ എത്തിക്കപ്പെട്ട നല്ല വിശേഷണങ്ങൾ എടുത്ത് പറഞ്ഞുകൊണ്ടുള്ള ഒരു വിളിയാണ്, പേരല്ല വിളിക്കുന്നത്. മറ്റൊരാളെ വിളിക്കുന്നത് പ്രത്യേകിച്ച് വിശേഷണങ്ങളൊന്നും ഉൾക്കൊള്ളാത്ത നിലക്ക് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് കൊണ്ടാണ് വിളിക്കുന്നത്. എന്നാൽ എന്തറിയാം, അന്ന മൻസിലത മൻ ദഅാഹു ബി അഫ്ളലിൽ അസ്മാഇ വൽ ഔസാഫി അഅസ്സു അലൈഹി, ഏറ്റവും ശ്രേഷ്ഠമായ പേരുകളെ കൊണ്ടും വിശേഷണങ്ങളെ കൊണ്ടും വിളിക്കപ്പെട്ടയാൾ, ഈ യജമാനന്റെ സമീപം വളരെ വീര്യമുള്ള, വളരെ പ്രത്യേകമായ ഒരു സ്ഥാനമുള്ള ആളാണ്. വെക്കപ്പെട്ട ഇസ്മ അലമു കൊണ്ട് വിളിക്കപ്പെട്ടയാളേക്കാൾ ഈ യജമാനന് ഏറ്റവും ഇഷ്ടം ഇദ്ദേഹത്തെയാണ് എന്ന് വിശദീകരിച്ചാൽ, ഒരു ബാപ്പ 5 മക്കളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 2 എത്ര ആയിക്കോട്ടെ, മക്കളെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ കുഞ്ഞാപ്പു, എൻ്റെ കുഞ്ഞാപ്പു ഇവിടെ വന്നാ, എടാ അൻവർ അയ്യ ഇവിടെ വന്നാ, ഇത് രണ്ടിൽ നിന്നും ഏറ്റവും ഇഷ്ടം കുറിക്കുന്നത് കുഞ്ഞാപ്പു എന്നുള്ള വിളി തന്നെയല്ലേ. അതൊരു എന്താ പറയുക, പ്രത്യേകമായ ഒരു മഹബത്ത് അത് കുറിക്കുന്നുണ്ട്. അപ്പം ഇതാണ് ഇവിടെയുള്ള വിഷയം. വഹാദാ മഅലൂമുൻ ബിൽ ഉർഫി, ഉർഫ് കൊണ്ട് അറിയപ്പെട്ട വിഷയല്ലേ. അന്ന മൻ തുഅയ്യ ബി അഫ്ളലി അസ്മാഇഹി വ അഖ്ലാഖിഹി കാന ദാലിക മുബാലഗതൻ ഫീ തഅദീമിഹി വഇഹ്തിറാമിഹി, തൻ്റെ നാമങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായതുകൊണ്ട് വിളിക്കപ്പെട്ട ഒരാൾ, തൻ്റെ സ്വഭാവങ്ങളിൽ നിന്ന്, ഗുണങ്ങളിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായത് ചൊല്ലി വിളിക്കപ്പെട്ടയാൾ, അതാണ് അയാളെ ബഹുമാനിക്കുന്നതിലും വന്ദിക്കുന്നതിലും ഏറ്റവും ശ്രേഷ്ഠമായ രീതി എന്ന് നാട്ടുനടപ്പിൽ തന്നെ പൊതുവെ അറിയപ്പെട്ട വിഷയമാണ്. അപ്പം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ എവിടെയും പേരെടുത്ത് വിളിച്ചില്ല. മറ്റു അമ്പിയാക്കളെ പേരെടുത്ത് വിളിച്ചു. മറ്റു അമ്പിയാക്കളെ പേരെടുത്ത് വിളിച്ചു എന്ന് മാത്രമല്ല, ഇനി അവരുടെ സംഭവങ്ങൾ മറ്റുള്ളവർക്ക്, അവരുടെ സമുദായങ്ങൾക്കും മറ്റുമൊക്കെ വിശദീകരിച്ചു കൊടുക്കുമ്പോഴും, അവരെ സംബന്ധിച്ച് ഇഖ്ബാർ ചെയ്യുമ്പോഴൊക്കെ അവരെ നാമമാണ് പറഞ്ഞിട്ടുള്ളത്. അത് ദലായിലുൻ നുബുവയിൽ അബൂ നുഐമുൽ ഇസ്ഫഹാനി റഹിമഹുല്ല അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. ഫവക്കസഹു മൂസ, അതുപോലെ അവിടെ വിശദീകരിച്ചവിടെ കുല്ലു ഉലൈക ഖുതിബു ബി അസ്മാഇഹിം, ഇവരെല്ലാം അവരുടെ പേരുകളെ കൊണ്ടാണ് വിളിക്കപ്പെട്ടത്. അതേ സമയത്ത് ഫകുല്ലു മൗദിഇൻ ദക്കറ മുഹമ്മദൻ അലൈഹിസ്സലാം ബിസ്മിഹി, ചിലയിടങ്ങളിൽ ഖുർആനിൽ റസൂലുള്ളാന്റെ പേര് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. ആ പറയുമ്പോഴെല്ലാം അളാഫ ഇലൈഹി ദിക്റ റിസാല, അതിലേക്ക് റിസാലത്ത് എന്ന വിശേഷണത്തെ പദവി അല്ലാഹു ചേർത്തി വെച്ചിട്ടുണ്ട്. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ, മുഹമ്മദ് എന്ന് പറഞ്ഞു നിർത്താതെ റസൂൽ എന്ന് പറഞ്ഞില്ലേ. മുഹമ്മദുർ റസൂലുള്ളാഹ്, മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലിക്കും വലാകിൻ റസൂലുള്ളാഹി വ ഖാതമുൻ നബിയീൻ, റസൂലുള്ളാഹി വ ഖാതമുൻ നബിയീൻ. അപ്പോൾ റസൂലുള്ളാഹിന്റെ പേര് പറയുന്നിടത്തെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം റിസാലത്തിനെ ചേർത്തി പറഞ്ഞിട്ടുണ്ട്. വആമിനു ബിമാ നുസ്സില അലാ മുഹമ്മദിൻ വഹുവൽ ഹഖ് മിർ റബ്ബിഹിം ഫസമ്മാഹു, അവിടെ റസൂലുള്ളാഹിന്റെ പേര് പറഞ്ഞത് ലിയഅലമ മൻ ജഹദഹു, റസൂലുള്ളാഹിനെ നിഷേധിക്കുന്ന ആളുകൾ മനസ്സിലാക്കാനാണ്. അന്ന അംറഹു വ കിതാബഹു, ആ റസൂലുള്ളാഹിന്റെ കൽപ്പനയും റസൂലുള്ളാഹിന്റെ കിതാബും ഹുവൽ ഹഖ്, അതാണ് ഹഖ്. വലി അന്നഹും ലം യഅരിഫുഹു ഇല്ലാ ബി മുഹമ്മദിൻ, മാത്രമല്ല ഈ ആളുകൾക്ക് ഈ ആരോടാ
കൊണ്ടാണോ അത് പറയുന്നതെങ്കിൽ ആ വിഭാഗത്തിന് റസൂലുള്ളാഹിന്റെ പേരുകൊണ്ടല്ലാതെ അറിയില്ല. അപ്പോൾ റസൂലുള്ളാഹിന്റെ പേരവിടെ വെച്ചിട്ടില്ലെങ്കിൽ അവർക്കതിൽ നിന്ന് റസൂലുള്ളാഹിന്റെ പേര് മനസ്സിലാകില്ല. ഇതുകൊണ്ടാണ് അവിടെ അഷ്റഫുൽ ഖൽഖിനെ പേര് വിശേഷിപ്പിക്കാൻ കാരണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുമ്പോഴെല്ലാം റിസാലത്തും കൂടെ ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ള അമ്പിയാക്കളെ വിളിക്കുമ്പോഴും അതുപോലെ അവരുടെ കാര്യങ്ങൾ പറയുമ്പോഴും അവരുടെ പേര് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അഷ്റഫുൽ ഖൽഖിനെ വിളിക്കുന്നതിൽ സവിശേഷമായ ഒരു രീതി കൈകൊണ്ട് ബഹുമാനിച്ചിട്ടുണ്ട്, വന്ദിച്ചിട്ടുണ്ട്. യാ അയ്യുഹർ റസൂലു യാ അയ്യുഹൻ നബിയു. ഇനി തീർന്നില്ല. അല്ലാഹു സുമ്മ جمع في الذكر بين اسم خليله ونبيه فسمى خليله باسمه وكنى حبيبه بالنبوة. അതായത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ നാമവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാമവും ചേർത്ത് പറയുമ്പോൾ ഇബ്രാഹിം നബി ഖലീലാണ്, ഹബീബായ തങ്ങൾ അള്ളാഹുവിൻ്റെ ഹബീബാണ്, നബിയാണ്. രണ്ടാളുകളെയും പരാമർശിക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പേര് എടുത്തു പറയുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ നുബുവത്ത് കൊണ്ട് ഭംഗിയായി സൂചിപ്പിക്കുകയുമാണ് ചെയ്തത്. എവിടെ? ഇന്ന ഔലന്നാസി ബി ഇബ്രാഹീമ ലല്ലദീന തബഉഹു വഹാദൻ നബിയു. ഇന്ന ഔലന്നാസി ബി ഇബ്രാഹീം, ഇബ്രാഹിം നബിയെ കൊണ്ട് ജനങ്ങളിൽ വെച്ച് ഏറ്റവും ബന്ധപ്പെട്ടവർ ലല്ലദീന തബഉഹു, അവരെ പിൻപറ്റിയവരാണ്. അപ്പൊ ഇബ്രാഹിം എന്ന് പറഞ്ഞിട്ട് പിന്നെ വഹാദൻ നബിയു, കണ്ടോ അവിടെ നബി എന്നാ പറഞ്ഞത്, മുഹമ്മദ് എന്ന് പറയാതെ. അപ്പോ ഇബ്രാഹിം നബിയെയും അള്ളാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം അലൈഹിസ്സലാമിനെയും അള്ളാഹുവിന്റെ നബിയായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും പരാമർശിക്കുന്ന ഒരു സൂക്തത്തിൽ ഇബ്രാഹിം നബിയുടെ പേര് വ്യക്തമായി പറയുമ്പോൾ എന്തേ മുഹമ്മദ് എന്ന് വ്യക്തമാക്കി പറയാതിരുന്നു? ആദരവാണ്. ഫകന്നാഹു ഇജ്ലാലൻ, അത് ബഹുമാനം കൊണ്ടാണ് അങ്ങനെ കിനായത്തിട്ടത്, തക്നിയത്തിട്ടത്. വറഫഅഹു ലിഫളി മർതബതിഹി, അതെ, അവിടുന്ന് സുമ്മ ഖദ്ദമഹു ഫി ദിക്രി അലാ മൻ തഖദ്ദമഹു ഫിൽ ബഅതി. മാത്രമല്ല ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുമ്പോൾ തങ്ങളെക്കാൾ നിയോഗത്തിൽ മുന്തിയവരായ പ്രവാചകന്മാരെക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് മുന്തി പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഉണ്മയുടെ ലോകത്ത് നിയോഗത്തിൽ അഷ്റഫുൽ ഖൽഖ് ഒടുവിലത്തെ നബിയാണ്. കുന്തു അവ്വലൻ നബിയീന ഖൽഖൻ വആഖിറഹും ബഅസാനോ എന്തൊരു ഹദീസറ്റുണ്ടല്ലോ, വിശാലമായ വിശദീകരണ ഭാഗത്തൊക്കെ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൃഷ്ടിപ്പിൽ ആദ്യത്തെ നബിയൊക്കെ ഞാനാണ്, പക്ഷേ നിയോഗിക്കപ്പെടുന്നതിൽ അവസാനമായി നിയോഗിക്കപ്പെടുന്നയാൾ ഞാനാണ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ നബി അഷ്റഫുൽ ഖൽഖ് തന്നെയാണ്. പക്ഷെ ഉണ്മയുടെ ലോകത്ത് പ്രവാചകനായി തങ്ങൾ വരുന്നത് അന്ത്യപ്രവാചകനായിട്ടാണ്, അവസാനമായിട്ടാണ്. പക്ഷേ എന്നാലും പ്രത്യക്ഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പാണല്ലോ ഈ നബിമാരുടെയൊക്കെ സ്ഥാനം, വരവ്. പക്ഷെ എന്നാലും ഖുർആൻ അവിടെ പ്രയോഗിച്ചു നോക്കൂ നിങ്ങൾ. ഇന്നാ ഔഹൈനാ ഇലൈക കമാ ഔഹൈനാ ഇലാ നൂഹിൻ വന്നബിയ്യിന മിൻ ബഅദിഹി വഔഹൈനാ ഇലാ ഇബ്രാഹിമ വഇസ്മാഈല വഇസ്ഹാഖ വയഅഖൂബ. റസൂലുള്ളാഹിന്റെ മുമ്പേ വന്നുപോയ പ്രവാചകന്മാർക്ക് മുമ്പ് അഷ്റഫുൽ ഖൽഖിനെ പറഞ്ഞു. വഇദ് അഖദ്നാ മിനൻ നബിയ്യിന മീസാഖഹും വമിൻക വമിൻ നൂഹ്. കണ്ടില്ലേ, നൂഹ് നബിന്റെ ഒക്കെ ശേഷമല്ലേ അഷ്റഫുൽ ഖൽഖ് ബഅസിൽ വന്നത്. ഏതായാലും ഇവിടെ നമ്മളിപ്പോൾ സംസാരിച്ച വിഷയം ചുരുക്കി പറയാ, പണ്ഡിതന്മാർക്ക് ആ ഭാഗത്ത് നോക്കിയാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുന്ന വിഷയത്തിൽ അള്ളാഹു പ്രത്യേകം ആദരിച്ചിട്ടുണ്ട്, പ്രത്യേകം ബഹുമാനിച്ചിട്ടുണ്ട്, പേരെടുത്ത് വിളിച്ചിട്ടില്ല. അതാണ് സംബോധനയിലെ സവിശേഷ രീതി എന്ന് പറഞ്ഞത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും.